എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ അല്ലെങ്കിൽ എലീസ ടെസ്റ്റിനെ കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത്. എലീസയുടെ ഫുൾ ഫോം ആണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരു സാമ്പിളിൽ ആന്റിജൻസിന്റെയോ ആന്റിബോഡിയുടെയോ ഒക്കെ പ്രസൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും, അതായത് എത്ര എമൗണ്ട് ഉണ്ടെന്ന് അറിയാനും, അല്ലെങ്കിൽ അവർ പ്രസന്റ് ആണോ ക്വാളിറ്റേറ്റീവ് ആയിട്ടും അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അസയാണ് ഈ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. അസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോകെമിക്കൽ ടെസ്റ്റ്. ഓക്കെ. അതിനകത്ത് നമുക്ക് ആന്റിജൻസിന്റെയും ആന്റിബോഡിയുടെയോ പ്രോട്ടീൻസിന്റെയോ ഗ്ലൈക്കോ പ്രോട്ടീൻസിന്റെയോ ഒക്കെ പ്രസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ എത്ര കോൺസെൻട്രേഷനിൽ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ബയോളജിക്കൽ സാമ്പിൾ എടുത്തിട്ട് അതിനകത്ത് ഈ പറയുന്ന കമ്മോഡിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ അസേ വഴി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഇത് ക്യാരി ഔട്ട് ചെയ്തത് 1970 എംഗ്വാൾ ആൻഡ് പേൾമാൻ ആണ്. ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷന്റെ സ്പെസിഫിസിറ്റി ആണ്. എന്താ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ആന്റിജനും അതിന്റെ ആന്റിബോഡിയും തമ്മിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ലിങ്ക് ഉണ്ട് അല്ലെ. ഒരു ലോക്ക് ആൻഡ് കീ പോലെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആന്റിജനെ സ്പെസിഫിക് ആയിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് ആന്റിബോഡിക്ക് സാധിക്കും. ഇപ്പൊ സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ആന്റിജൻ ഉണ്ടെങ്കിൽ അതിനെ സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആന്റി എ എന്ന് പറയുന്ന ഒരു ആന്റിബോഡി ഉണ്ടായിരിക്കും. ബി എന്ന് പറയുന്ന ഒരു ആന്റിജൻ ഉണ്ടെങ്കിൽ അതിനെ സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആന്റി ബി എന്ന് പറയുന്ന ഒരു ആന്റിബോഡി ഉണ്ടായിരിക്കും. ഒരിക്കലും ആന്റി ബിക്ക് ആന്റിജൻ എനെ പോയിട്ട് ബൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആന്റി എക്ക് ആന്റിജൻ ബിനെ പോയിട്ട് ബൈൻഡ് ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ അതിനെയാണ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മള് ഐദർ നമുക്ക് ഒരു ആന്റിജന്റെ പ്രസൻസോ അല്ലെങ്കിൽ ഒരു ആന്റിബോഡിയുടെ പ്രസൻസോ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇതിന് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഇമ്മ്യൂണോളജിക്കൽ പ്രിൻസിപ്പിൾ ആണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ എൻസൈം ലിങ്ക്ഡ് എന്ന് പറയുന്നത്? അപ്പൊ അത് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സാമ്പിളില് ആന്റിജന്റെ പ്രസൻസ് ആണ് ഡിറ്റക്ട് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോ നമ്മള് അതിനകത്ത് നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കിറ്റില് അതിനെ സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ആന്റിബോഡി വേണം. സോ ഇഫ് യു വോണ്ട് ടു ഡിറ്റക്ട് ആന്റിജൻ, നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് കിറ്റില് എലീസ കിറ്റിൽ എന്ത് വേണം? അതിനെ സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ആന്റിബോഡി വേണം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ആന്റിബോഡി ആണോ ഒരു സാമ്പിളിൽ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആന്റിബോഡിയോട് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻ വേണം നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് കിറ്റിൽ. അതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ്. സോ ആന്റിബോഡി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഡയഗ്നോസ്റ്റിക് കിറ്റിൽ ആന്റിജൻ വേണം. ആന്റിജൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഡയഗ്നോസ്റ്റിക് കിറ്റിൽ ആന്റിബോഡി വേണം. ഇനി അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സാമ്പിളിൽ ആന്റിജൻ ഉണ്ടോ എന്നാണെന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്കൊരു സാമ്പിളിൽ ഒരു ആന്റിജൻ ഉണ്ട്, അതാണ് ആന്റിജൻ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ കിറ്റിൽ എന്ത് വേണം? അതിന് സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ആന്റിബോഡി വേണം അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സാമ്പിളിൽ ഈ പെർട്ടിക്കുലർ ആന്റിജൻ ഉണ്ടോ എന്നാണ്. അപ്പോൾ ആ ആന്റിജനെ സ്പെസിഫിക് ആയി ബൈൻഡ് ചെയ്യുന്ന എന്ത് വേണം? നമ്മുടെ ഡയഗ്നോസ്റ്റിക് കിറ്റിൽ സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ആന്റിബോഡി വേണം. ഓക്കെ. അപ്പോൾ ഈ ആന്റിബോഡിയെ നമുക്ക് വേണമെങ്കിൽ പ്രൈമറി ആന്റിബോഡി എന്ന് വിളിക്കാം. ഇനി നമ്മളിപ്പം ശരിക്കുള്ള എലീസ അല്ല പറയുന്നത്, ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഇതിന്റെ പ്രൊസീജിയർ അല്ല, ഞാൻ ഇതിന്റെ പ്രിൻസിപ്പിളാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഇപ്പൊ ബ്ലഡ് സാമ്പിൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ബ്ലഡ് സാമ്പിള് അതിനകത്ത് ഈ ആന്റിജൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ആന്റിബോഡി ഈ ബ്ലഡ് സാമ്പിളിലേക്ക് ഇടും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ആന്റിജൻ അതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കണം. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ, ഒരു സോളിഡ് സപ്പോർട്ടിൽ നമ്മൾ അതിനെ എന്താ പറയാ, പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അത് അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റിബോഡി ആഡ് ചെയ്യുന്നു. ഓക്കെ. അത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് വാഷിംഗ്. എന്ന് വെച്ചാൽ നമ്മളൊരു സമയം കൊടുക്കും. ഈ ആന്റിബോഡിക്ക് ആന്റിജന് കണ്ടുപിടിച്ച് അതിനെ ബൈൻഡ് ചെയ്യാൻ ആവശ്യമായ സമയം നമ്മൾ കൊടുക്കും. ആ സമയം കൊടുത്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യും. വാഷ് ചെയ്യുമ്പോൾ വാഷിംഗ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. വാഷിംഗ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഫോൾസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഈ ആന്റിബോഡികൾ ആന്റിജനുമായി ബൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആന്റിബോഡി ഒക്കെ വാഷ് ചെയ്ത് പോകും. അഥവാ ആന്റിജൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആന്റിബോഡി അതുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ആന്റിബോഡി അവിടെ തന്നെ കാണും. അപ്പൊ വാഷിംഗ് കഴിഞ്ഞാൽ ഈ ആന്റിബോഡികൾ ഫുള്ള് വാഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ആന്റിജൻ ഇല്ലാന്നാ. എന്നാൽ വാഷിംഗ് കഴിഞ്ഞിട്ടും ആന്റിബോഡി ഈ ഇതിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ ആന്റിജനും ഉണ്ടെന്നാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു കോംപ്ലക്സ് ഫോർമേഷൻ നടന്നിട്ടുണ്ടോ എന്ന് അറിയണം. അതിനെന്താ ചെയ്യുക? ഈ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആന്റിബോഡിക്ക് കളർ ഒന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് ഡിറ്റക്ട് ചെയ്യുന്നത്?
ഇത് അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. അതിനാണ് ഇതിന്റെ അടുത്ത ലെവലിലേക്ക് വരുന്നത്. നമ്മൾ ഇതിനെ എൻസൈം ലിങ്ക്ഡ് എന്നാ പറയുന്നത്. അതായത് നമ്മുടെ കിറ്റിലുള്ള ഈ ആന്റിബോഡി ഇല്ലേ, നമ്മുടെ കിറ്റിലുള്ള ഈ ആന്റിബോഡി, ഓക്കെ, ആന്റിജനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കിറ്റിൽ ആന്റിബോഡി ഉണ്ട്. ഈ ആന്റിബോഡി ആയിട്ട് നമ്മളൊരു എൻസൈം ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആ എൻസൈമുകൾ ഏതൊക്കെ യൂഷ്വലി യൂസ് ചെയ്യുന്നത്? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ഹോഴ്സ് റാഡിഷ് പെറോക്സിഡേസ്, ബീറ്റ ഗാലക്ടോസിഡേസ് പോലെയുള്ള എൻസൈംസ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുക. എന്നിട്ട് ആ എൻസൈം ലിങ്ക്ഡ് ആയിരിക്കും. ആ എൻസൈം ഇതുമായിട്ട് കോൺജുഗേറ്റഡ് ആയിരിക്കും. അപ്പോൾ ദിസ് ആന്റിബോഡി വിൽ ബി കോൺജുഗേറ്റഡ് വിത്ത് ആൻ എൻസൈം. അപ്പൊ ഇനി നമ്മൾ എന്തറിയണം? നമുക്ക് അറിയേണ്ടത് അവിടെ ആന്റിബോഡി വാഷിംഗ് കഴിഞ്ഞതിന് ശേഷവും ആന്റിബോഡി ഉണ്ടോ എന്നുള്ളതല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പോ നമ്മള് അതിന് വേറെ മാർഗ്ഗമില്ല, കാരണം ആന്റിബോഡി കളർ ഒന്നും തരില്ല. അപ്പൊ ഇനി നമ്മൾ അതിനായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന എൻസൈം ആണ് നമുക്ക് എൻസൈം ഉണ്ടോ എന്ന് അറിയേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി എൻസൈമിനും കളർ ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാ നമ്മൾ ഡിറ്റക്ട് ചെയ്യുക? അതിനാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. നമ്മൾ ഒരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. അതായത് ഈ എൻസൈം ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. ഓക്കെ, എങ്ങനെയുള്ള സബ്സ്ട്രേറ്റ് ആണ്? ഇതിപ്പോ കളർലെസ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണ്. ബട്ട് വൺസ് ഇത് ഈ മീഡിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എൻസൈം ഈ സബ്സ്ട്രേറ്റിനെ ഒരു കളേർഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റും. അതുകൊണ്ട് ഈ സബ്സ്ട്രേറ്റിനെ നമ്മൾ വിളിക്കുന്നത് ക്രോമോജെനിക് സബ്സ്ട്രേറ്റ് എന്നാണ്. ക്രോമോ മീൻസ് കളർ, ജെനിക് മീൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എൻസൈം ഈ മീഡിയത്തിൽ ഉണ്ടെങ്കിൽ ഈ സബ്സ്ട്രേറ്റിനെ അത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു കളേർഡ് പ്രോഡക്റ്റ് ആവും. അപ്പൊ നമ്മുടെ ഈ ഒരു റിയാക്ഷൻ ട്യൂബിനകത്ത് കളർ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ കളർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കളർലെസ് സബ്സ്ട്രേറ്റ് കളേർഡ് ആയി മാറി. എന്തുകൊണ്ട് കളേർഡ് ആയി മാറി? കാരണം അവിടെ ഈ എൻസൈം പ്രസന്റ് ആണ്. എന്തുകൊണ്ട് ഈ എൻസൈം പ്രസന്റ് ആണ്? ഇവിടെ ഈ എൻസൈം ഈ ആന്റിബോഡിയുമായി ലിങ്ക്ഡ് ആണ്. ഈ ആന്റിബോഡി ഇവിടെ പ്രസന്റ് ആണ്. എന്തുകൊണ്ട് ആന്റിബോഡി പ്രസന്റ് ആണ്? വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇവിടെ എന്തുകൊണ്ട് ആന്റിബോഡി ഉണ്ട്? അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇതിന്റെ ആന്റിജൻ ഇവിടെ ബൗണ്ട് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ആന്റിജൻ ഉണ്ടെന്നല്ലേ? ദിസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എലൈസ. അതായത് ഇപ്പൊ ആന്റിജൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആന്റിജൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആഡ് ചെയ്ത ആന്റിബോഡി വാഷ് ചെയ്താലും അവിടെ തന്നെ നിൽക്കും. അതിന്റെ കൂടെയുള്ള എൻസൈം അവിടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കളേർഡ് പ്രോഡക്റ്റ് കിട്ടും. കളർ ഡെവലപ്പ് ചെയ്താൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന ആന്റിജൻ അവിടെ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, കൂടുതൽ കളർ ഉണ്ടെങ്കിൽ എന്താ അർത്ഥം? കൂടുതൽ കളർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സബ്സ്ട്രേറ്റുകൾ കളേർഡ് ആയി എന്നർത്ഥം. അതിന്റെ അർത്ഥം എൻസൈം കൂടുതലുണ്ടെന്ന് അർത്ഥം. അതിന്റെ അർത്ഥം ഈ ആന്റിബോഡി കൂടുതലുണ്ട്. ആന്റിബോഡി കൂടുതലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആന്റിജൻ കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് കളറിന്റെ ഇന്റൻസിറ്റി വെച്ചിട്ട് ഈ ആന്റിജന്റെ കോൺസെൻട്രേഷനും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ സ്പെക്ട്രോഫോട്ടോമെട്രി വഴിയാണ് മെഷർ ചെയ്യുക. നമ്മൾ ഇതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്യുക സ്പെക്ട്രോഫോട്ടോമെട്രി വഴിയാണ്. കണ്ടോ, ഇതേപോലെയുള്ള പ്ലേറ്റുകളിലാണ് നമ്മൾ എലീസ ചെയ്യുക. കണ്ടോ, ഇത് ഇങ്ങനെയുള്ള പ്ലേറ്റ്, ഇതിനെ പോളിസ്റ്റൈറീൻ 96 വെൽ പ്ലേറ്റ് എന്നാ പറയാ. അപ്പൊ നമുക്ക് ഒരേ സമയത്ത് കണ്ടോ 96 സാമ്പിൾസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഒറ്റ എക്സ്പെരിമെന്റിൽ. ഓക്കെ, ഇതിൽ ഇത്രേ ഉള്ളൂ, ആ പ്ലേറ്റുകൾ അബ്സോർബൻ പ്ലേറ്റ് ആയിരിക്കണം. ആന്റിജനും ആന്റിബോഡിയും ബൈൻഡ് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള പ്ലേറ്റ് ആയിരിക്കണം എന്ന് മാത്രം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഇവിടെ കണ്ടോ ആന്റിജനെ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചേക്കണുണ്ടോ സപ്പോർട്ടില്. അപ്പോൾ നമ്മൾ ആ ആന്റിജനും ആന്റിബോഡിയും ഒക്കെ ബൈൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലേറ്റ് ആയിരിക്കണം. ഇനി നിങ്ങളൊരു കാര്യം കണ്ടോ പലതരത്തിലാ കളർ ഇന്റൻസിറ്റി. അപ്പൊ കളർ ഇന്റൻസിറ്റി കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആന്റിജന്റെ അളവ് കൂടുതലാണ്. കളർ ഇന്റൻസിറ്റി കുറവാണെങ്കിൽ ആന്റിജന്റെ അളവ് കുറവാണ്. നമുക്ക് ഈ പ്ലേറ്റിനെ ഒറ്റയടിക്ക് മെഷർ ചെയ്യാൻ പറ്റും ഇതിന്റെ കളർ ഇന്റൻസിറ്റി സ്പെക്ട്രോഫോട്ടോമീറ്റർ വഴി. അപ്പോൾ അതനുസരിച്ചിട്ട് അതിന്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് എത്രയാണോ കളർ ഇന്റൻസിറ്റി അത് വെച്ചിട്ട് നമുക്ക് എത്രമാത്രം ആന്റിജൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് എലീസയുടെ ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ ഇനി പലതരത്തിലുള്ള എലീസയിലേക്ക് വരും. ഇപ്പൊ ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ. അതായത് യൂസിങ് എലൈസ വി ആർ ട്രൈങ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആന്റിജൻസ് ഓർ ആന്റിബോഡീസ് ഇൻ ദ സാമ്പിൾ. If you want to find out antigen, your kit should contain the antibody specific to it. നിങ്ങൾക്ക് ആന്റിബോഡി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങളുടെ കിറ്റിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻ വേണം. ഇനി ഈ കിറ്റുകളിലുള്ള ആന്റിജനോ ആന്റിബോഡിയോ ഒക്കെ എൻസൈമുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. ഈ എൻസൈമുകൾ അപ്പൊ ഈ എൻസൈമുകളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ക്രോമോജനിക് സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻസൈം ആ സബ്സ്ട്രേറ്റിനെ കൺവേർട്ട് ചെയ്ത് കളർ തരും. അപ്പൊ ആ കളറിൽ നിന്ന് നമുക്ക് ആ പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എത്രമാത്രം അളവിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എലൈസ.